ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ റിമാൻഡിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ അംഗം അജികുമാർ എന്നിവർക്ക് SIT ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. 2 ദിവസത്തേക്കാണ് പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. ഗൂഢാലോചനയടക്കം വിശദമായ തെളിവെടുപ്പിനാണ് അന്വേഷണ സംഘത്തിന്റെ തയ്യാറെടുപ്പ്. ശബരിമലയിലെ കട്ടിളപ്പാളി ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണക്കവർച്ച കേസിൽ ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് SIT സംഘത്തിന്റെ നീക്കം. റിമാൻഡിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, മുന്നംഗം അജികുമാർ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി SIT ഉടൻ കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകും. 2 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനൊരുങ്ങുന്നത്. ഹൈക്കോടതിയുടെ മുൻകൂട്ടിയുള്ള അനുമതിയില്ലാതെ ചെന്നൈയിലെ സ്വകാര്യ കമ്പനിയിലേക്ക് പണം കടത്തിയതിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. മുൻപ് നടന്ന വലിയ തോതിലുള്ള സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാനാണ് 2025 ചട്ടങ്ങൾ ലംഘിച്ച് വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോയതെന്നാണ് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സ്വർണത്തിന്റെ അളവിൽ വന്ന കുറവ്, ഇടപാടിലെ സാമ്പത്തിക സ്രോതസ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എന്നിവയിലാണ് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുക. കേസിൽ ഇവരെ കൂടാതെ തന്ത്രി കണ്ഠരര് രാജീവര് ഉൾപ്പെടെ 4 പേർ കൂടി പ്രതിപ്പട്ടികയിലുണ്ട്. ജനം, തിരുവനന്തപുരം.